ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ട്രാവലൊന്നുമല്ല കേട്ടോ. ഞാനൊരു ആമസോണിൽ നിന്നൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു പ്രഷർ വാഷറാണ്. അപ്പോൾ സംഗതി ഞാനിത് ഓൾറെഡി പൊട്ടിച്ച് നോക്കിയാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടി ഒന്ന് പൊട്ടിച്ചൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് ടൈറ്റം. ഇതാണ് ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത്, ഷായോണം. ഇത് ബ്രാൻഡഡ് സാധനമൊന്നുമല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസും അത്രക്കൊക്കെ തന്നെ ഉള്ളൂ. ഈ ഒരു പേരിൽ ഈ ഒരു വാഷർ പല പല പേരിൽ സാധനം നമുക്ക് ആമസോണിലും മറ്റുള്ള സൈറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത് നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചാണ്. അപ്പോൾ സംഭവമൊക്കെ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതൊക്കെയാണ് സംഭവം. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അതിന് തന്നെ ഇവരൊരു ബ്രാൻഡിൻ്റെ ഒരു താങ്ക് യു കാർഡ് വെച്ചിട്ടുണ്ട്. എന്തോ QR കോഡ്, ഇവരെ പർച്ചേസ് ലിങ്കിൻ്റെ എന്തോ QR കോഡ് ഉണ്ട്. പിന്നെ എന്തോ റേറ്റിങ്ങിൻ്റെ എന്തോ സംഭവമൊക്കെ ഉണ്ട്, എന്തോന്നാ. പിന്നെ ഇവരെ യൂസർ മാനുവൽ ഉണ്ട്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം, ഇൻസ്റ്റാളേഷൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടാ, ഞാൻ നോക്കില്ല. പിന്നെ ഇതുപോലെ എന്തോ എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ള എന്തോ ഒരു QR കോഡും കൂടി ഉണ്ട്. കാർ വാഷർ ഗണ്ണ്, പിന്നെ ഇതിലുള്ള ഓരോ സംഭവം നോക്കാം. ഇതാണ് വാട്ടർ പൈപ്പ്, മാറ്റിയേക്കാം. പിന്നെ ഇത് പൈപ്പിൻ്റെ തുമ്പത്തൊക്കെ മറ്റേ ഫിൽട്ടർ. പിന്നെ ഇത് ഫോം ബോട്ടിൽ. പിന്നെ പിന്നെ 2 ബാറ്ററി ഉണ്ട് കേട്ടോ. 48 വാട്ട്സ്, 48 വോൾട്ട്. 48 വോൾട്ടിനൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ, കാരണം അതിനുള്ള വെയിറ്റ് ഇല്ല. 48 വോൾട്ടിൻ്റെ വെയിറ്റ് കാണുന്നില്ല. പിന്നെ അതെ 2 ബാറ്ററി ഉണ്ട്, രണ്ടും 48 വോൾട്ട്. പിന്നെ ഒരു ചാർജർ ലോക്ക് കണ്ടിട്ട് ലോക്കൽ ചാർജർ പോലെ ഉണ്ട്. ഔട്ട്പുട്ട് DC 21 വോൾട്ട് ഔട്ട്പുട്ട് ചാർജർ. പിന്നെ വരുന്നതിന് ഗണ്ണ്. ഇത് കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യണം കേട്ടോ, ലാസ്റ്റ് നോക്കാം. പിന്നെ ഇതിൻ്റെ തുമ്പത്ത് വരുന്ന പൈപ്പ്, ഇതുമല്ലാണ് നമ്മൾ അതിൻ്റെ നോസിലൊക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇത് മറ്റേ വാട്ടർ പമ്പിൻ്റെ ഇതുമ്മ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതെന്തോറും എനിക്ക് മനസ്സിലായില്ല കേട്ടോ സാധനം. ഇത് എവിടെയാണ് കൊടുക്കണമെന്നൊരു ഐഡിയ ഉണ്ടായില്ല. ബാക്കിയൊക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് വാട്ടർ പമ്പിൻ്റെ ഒരു ത്രെഡാണ്. പിന്നെ ഇതിന് 2 നോസിൽ വരുന്നത്, ഇത് സ്പ്രേ പോലെ വരുന്നതും. പിന്നെ ഈ ഒരു പോയിന്റ് പോലത്തെ ഇതൊരു മെയിൻ സാധനം. ഇത് രണ്ടും കളഞ്ഞ് ഞാൻ കഴിഞ്ഞു. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങൾ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു സംഭവം ഉണ്ടാകും. ഇത് സെറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ത്രെഡ് ഉണ്ട്. ആ ത്രെഡ് ഇങ്ങനെ വെച്ചിട്ട് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിനൊരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പ് വെറുതെ ജസ്റ്റ് കയറ്റിടാം. ഇതിൻ്റെ പരിപാടി ഇത്ര പോകും സെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ബാറ്ററി സെറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പരിപാടി ഇത്ര ഉള്ളൂ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പമ്പ് സെറ്റ് ചെയ്യണം. അപ്പോൾ വാട്ടർ പമ്പ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സംഭവം ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യം ഇതിൻ്റെ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ത്രെഡ് ഇതിൻ്റെ ബാക്കോട്ട് ഇട്ടിട്ട് നേരെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തള്ളി കൊടുക്കാം. മാക്സിമം ഒരു ഫുള്ള് കയറുന്ന സൈസിലൊന്ന് തള്ളി കൊടുക്കാം. തള്ളി കൊടുത്തതിന് ശേഷം ഈ ത്രെഡ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് അതിനുശേഷം ഇത് ഈ ഒരു ഗണ്ണിൻ്റെ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട്. അത്രേ ഉള്ളൂ, ജസ്റ്റ് സിമ്പിളായിട്ട് പ്രസ് ചെയ്യാനുള്ളൂ. പിന്നെ അതിൻ്റെ ഈ പമ്പിൻ്റെ ഈ ഒരറ്റത്ത് ഫിൽട്ടർ സെറ്റ് ചെയ്യണം. ഫിൽട്ടർ സെറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് കയറ്റി സെറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തുമ്പത്ത് നോസിൽ സെറ്റ് ചെയ്യണം. നോസിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
രണ്ട് നോസിൽ നമുക്കുള്ളത്, ഒരെണ്ണം പോയിന്റും ഒരെണ്ണം സ്പ്രേയും. അപ്പോൾ ജസ്റ്റ് ഈ ബാക്കോട്ടൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇനി മറ്റേതിടാനായിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഫോമിൻ്റെ ബോട്ടിൽ കൊടുക്കാനും അതേപോലെ തന്നെ ഈ സാധനം ഇങ്ങനെ കയറ്റിയിട്ട് ബാക്ക് വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ താഴത്ത് കൂരി ഇതിൽ ഫോം കൊടുക്കുക. ഇതിലൊരു പമ്പ് ഉണ്ട് കേട്ടോ, പമ്പ് സെറ്റ് ചെയ്ത് ഈയൊരു ചെറിയൊരു സ്ട്രോ പോലത്തെ സാധനം ഉണ്ട്, അതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കയറ്റാം, ദൂരം, അത്രയുള്ള പരിപാടി. ദൂരാനായിട്ട് സിമ്പിൾ ഇങ്ങനെ വെക്കാം, ദൂരം, അത്രയുള്ള പരിപാടി. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളം അടിച്ചിട്ട് ഇതിൻ്റെ പ്രഷർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സംഗതി ഞാനിതിൻ്റെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എത്ര ഒരു എന്താ പറയുക പ്രഷർ തോന്നില്ല. നമ്മൾ ശരിക്കും മറ്റേ പ്രഷർ വാഷറായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. അതായത് നമ്മൾ ഈ 10,000 7,000 രൂപയുടെയൊക്കെ മറ്റേ മതിൽ കഴുകണ വലിയ പ്രഷർ വാഷർ ഉണ്ടല്ലോ, കറണ്ട് മുറക്കുന്നത്, അതായിട്ട് ഇത് കമ്പയർ ചെയ്തത്. കാരണം അതിൻ്റെ പ്രഷറും ഇതിൻ്റെ പ്രഷറും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിലുള്ള പ്രഷർ ഇതിനുണ്ടാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്ത് അതിൻ്റെ പ്രഷർ എന്തായാലും കിട്ടില്ല. നമുക്ക് ചെറിയൊരു വാഷിംഗ് ഒക്കെ ചെയ്യാൻ ഇത് ഉപകരിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ലിങ്കും എവിടെ കിട്ടും, ഏതിലൊന്നും കിട്ടുന്നൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രഷർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രഷർ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം എന്താണെന്ന് വെച്ചാൽ ഈ പോയിൻ്റ് ആദ്യം ഇട്ട് നോക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പ്രഷർ നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒന്നുമില്ല. ഇങ്ങനെ വെച്ചിട്ട് ഈ സാധനം നേരെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ നിറച്ചിട്ട് ഇങ്ങനെ ഇടുക, ഓണാക്കുക, അത്രക്കുള്ള പരിപാടി. അപ്പോൾ നമുക്ക് ബക്കറ്റ് വെള്ളം വേണമെന്നൊന്നുമില്ല, പൈപ്പ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു തോട്ടും പക്കത്ത പുഴക്കത്തൊക്കെ പോയിട്ട് സാധനം ഇട്ടെടുത്ത് കഴുകിയ എങ്ങനെയാണല്ലോ ഇവിടെ കൊണ്ടുപോയി കഴുകുക. മെയിനായിട്ട് ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞതാണ്. മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രഷർ കുറവായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ കൊണ്ടുപോയിട്ടാണ് കഴുകുക, കൊണ്ടു നടക്കാം. മറ്റേന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റും പിന്നെ അത് സെറ്റ് ചെയ്യാനും കുറച്ച് പണിയും, കറണ്ട് വേണം അത്യാവശ്യം, നല്ല കറണ്ട് വലിക്കുന്ന ഒരു സാധനമാണ് മറ്റേ പ്രഷർ വാഷർ. ഞാനപ്പോൾ ഒരു ചെറിയൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇതിട്ടെടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ പ്രഷർ എങ്ങനെ ഉണ്ടെന്നുള്ളത്. വെള്ളം കയറി വരാൻ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും, ഒരു കുറച്ച് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ വിചാരിച്ച പോലെ കേട്ടോ, അത്യാവശ്യം നല്ലൊരു പ്രഷറുള്ള സംഭവം തന്നെയാണ്. അഴുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് ഇതിൻ്റെ നോസിൽ പോയിൻ്റ് ആണ്. അപ്പോൾ പോയിൻറ്റിന് എനിക്ക് അത്യാവശ്യം നല്ലൊരു പ്രഷർ തോന്നി. അപ്പോൾ നല്ലൊരു കട്ട ചെളിയിലൊന്നും നമ്മൾ കഴുകി നോക്കിയിട്ടില്ല, ചെറിയ രീതിക്കുള്ള ചെളിയാണ് ഇപ്പോൾ കഴുകണത്. ഞാനപ്പോൾ പോയിൻ്റ് വരുന്ന നോസിൽ മാറ്റിയിട്ട് സ്പ്രേ ഉള്ളത് ഇട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ സ്പ്രേ പോലുള്ളത് എനിക്ക് ഒട്ടും പ്രഷർ തോന്നിയില്ല കേട്ടോ. വളരെ ഒരു പ്രഷർ കുറവാണ്. അത്യാവശ്യം നമ്മൾ കഴുകിയതിന് ശേഷം നമ്മൾ ഫോം ജസ്റ്റ് കഴുകാൻ വേണ്ടി മാത്രമായിട്ട് ഇത് യൂസ് ചെയ്യുക. അതിനുള്ള പ്രഷർ സ്പ്രേ പോലെ വരുന്ന നോസിനുള്ളൂ, മറ്റേതിൻ്റെ അത്രയ്ക്ക് പ്രഷറില്ല ഇതിന്. അതേപോലെ ഇതിൻ്റെ ചാർജർ നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ബാറ്ററി ഒരു റെഡ് കത്തുണ്ട്. സംഗതി ഇതിൻ്റെ പോയിൻ്റ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ 5 മണിക്കൂറാണ് ഇതിൻ്റെ ചാർജിങ് ടൈം പറയുന്നത്. 5 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 45 മിനിറ്റോളം ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ലോങ് ടൈം യൂസ് ചെയ്താലേ നമുക്ക് എത്രത്തോളം ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുള്ളൂ, ജസ്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളൂ. ഈ റെഡ് കത്തുന്നത് ഗ്രീൻ ആകുമ്പോഴാണ് ചാർജ് ഫുള്ളാവുക. 5 മണിക്കൂർ നമുക്ക് ചാർജിലിട്ടിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ഈ ഷയോൺ എന്ന് പറഞ്ഞാൽ മിനി വാഷറിൻ്റെ റിവ്യൂ. അപ്പോൾ ഈ ഒരു വാഷർ പല പേരിൽ നമുക്ക് നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. ഒറ്റ സാധനം തന്നെയാണ് ഈ പല പേരിലും വരുന്നത്. അപ്പോൾ നമുക്ക് ആമസോണിൽ നമ്മൾ കണ്ടതിൽ അത്യാവശ്യം ഏറ്റവും റേറ്റിംഗ് കൂടിയത് ഈ ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1400 രൂപയാണ്. അപ്പോൾ
പലതും പല റേറ്റ് ഉണ്ട്, 1400 ഉണ്ട്, 1700 ഒക്കെ ഈ ഒരു സംഭവം തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ബ്രാൻഡ് പേര് മാത്രം വ്യത്യാസമുള്ളൂ. അപ്പോൾ 1400 എന്നുള്ളത് കണ്ടപ്പോൾ ഈ ഒരു ബ്രാൻഡിന് റേറ്റിംഗ് കണ്ടപ്പോൾ അത് വാങ്ങിയെന്ന് മാത്രം. ഇത് എത്രത്തോളം നാളെ നിൽക്കുമോ നമുക്കറിയില്ല. അപ്പോൾ ഇതിന് ഞാൻ പലരും നെഗറ്റീവ് പറയുന്നുണ്ട്, പലരും പോസിറ്റീവ് പറയുന്നുണ്ട്. പക്ഷേ ഇതിനെ ഞാൻ കണ്ടിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. പിന്നെ മറ്റേ പ്രഷർ വാഷറായിട്ട് ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്തു, അതിൻ്റെ പ്രഷർ ഒരിക്കലും ഇതിന് കിട്ടില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ കാണാം.